ഈ കൂട്ടായ്മയുടെ ആരംഭത്തേക്ക് നമുക്ക് അനുഭവിക്കുകയാണെങ്കിൽ 22 വർഷങ്ങൾക്ക് മുമ്പ് പ്രശാന്തച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ IMS ടീമിൽ പ്രവർത്തിക്കുന്ന ടീമംഗങ്ങളുടെ കൂട്ടായ്മ പല പല മേഖലകളിൽ രൂപപ്പെടുത്തിയെടുക്കുക. ആ കാലത്ത് അന്ന് എൻ്റെ അറിവിൽ ഒരു 10-20ഓളം കൂട്ടായ്മകൾ അച്ഛൻ രൂപപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് നിലനിൽക്കുന്ന കൂട്ടായ്മ എന്ന് പറയുന്നത് ആലപ്പുഴ IMS ടൗൺ കൂട്ടായ്മയും ചെല്ലാനം കൂട്ടായ്മയും മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിന് അച്ഛൻ തുടക്കമിട്ട അച്ഛനെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. അച്ഛനെ അടക്കം ചെയ്ത ഈ വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ ഈ കൂട്ടായ്മ വാർഷികം നടത്തുവാൻ ദൈവം നമുക്ക് അവസരം തന്നത്. അച്ഛനും ഈ വാർഷിക സമ്മേളനത്തിൽ നമ്മോടൊപ്പം ഉണ്ട് എന്ന് ഓർക്കുന്നതിനും അച്ഛനെ ഒരു വിശുദ്ധനായി കാണാനുള്ള ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനായി നമുക്ക് അഭിനയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എല്ലാവരും മാതാവിൻ്റെ ഒത്തിരി വ്യക്തമാണ് വെല്ലിയ അച്ഛൻ തന്നെ വ്യതിരിച്ച് അച്ഛൻ തന്നെ എല്ലാവരുടെയും കഴുത്തിൽ ഇടിച്ചു. അങ്ങനെ കഴുത്തിൽ അണിയിച്ച വെല്ലിയ ഇപ്പോഴും എൻ്റെ കഴുത്തിലുണ്ട്. ഞാൻ ഈ വെല്ലിയ കാണുമ്പോഴെല്ലാം അച്ഛനെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. എന്നെപ്പോലെ പല അംഗങ്ങളുടെ കഴുത്തിലും ഈ വെല്ലിയ വെച്ചിട്ടുണ്ട്, പല അംഗങ്ങളും വെച്ചിട്ടുണ്ട്. ആ അവസരത്തിൽ അച്ഛൻ എല്ലാവരെയും നിർബന്ധിച്ച് മാതാവിനെ ഉദയം കൊടുക്കുന്ന അച്ഛൻ്റെ ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു, നിയോഗമാണ്. ഈ അവസരത്തിൽ അച്ഛനെ ആ ഒരു കാര്യത്തിൽ ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ അച്ഛൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും നമ്മുടെ IMS ടൗൺ കൂട്ടായ്മ ഒരു പ്രത്യേക ഒരു പരിഗണനയും അതുപോലെ പ്രാർത്ഥനയും അനുഗ്രഹവും നമുക്കുണ്ടായിരുന്നു. ഈ അവസരത്തിൽ ഞാൻ അച്ഛനെ എല്ലാവരുടെയും സ്മരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മയുടെ രക്ഷാധികാരി ചന്ദ്രച്ചനാണ്. ചന്ദ്രച്ചൻ എല്ലാ മാസവും 1-ാം ഞായറാഴ്ചയാണ് നമ്മുടെ ഇടയ്ക്കാണ് ഓരോ സഭകളിൽ കൂട്ടായ്മ കൂടിക്കൊണ്ടിരുന്നത്. ഒരു മാസവും മുടങ്ങാതെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ നമുക്ക് കൂടുതൽ എല്ലാവരിലും ആത്മീയത വളർത്തുന്നതിനും എല്ലാവരുടെയും സാന്നിധ്യം കൂട്ടുന്നതിനും നമ്മൾ ഉപകരിച്ചിരുന്നു. അതിനു മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട ജോഷിച്ചനാണ് നമ്മുടെ രക്ഷാധികാരി പ്രവർത്തിച്ചത്. ആ അവസരത്തിലും കൂട്ടായ്മയിൽ ഓരോരുത്തർക്കും അവരവരുടെ ഭവനങ്ങളിൽ വയ്ക്കണമെന്നുള്ള ആശയം മുന്നോട്ട് നമ്മളിൽ തന്നെ വരികയും അച്ഛൻ്റെ സാന്നിധ്യം എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്തു. ആ അവസരത്തിൽ ജോഷിച്ചൻ്റെ കാലത്തും നമ്മുടെ കൂട്ടായ്മയ്ക്ക് ഒരു മന്ത്രിയും കേട്ടിട്ടില്ല. അന്നും ഇന്നും ഈ കൂട്ടായ്മ നല്ല രീതിയിൽ പോകുന്നു. അതിൻ്റെ കാരണം നല്ല ശക്തിയും സംഘാടകപരമായ ആ സംഘാടകരാണ് നമ്മുടെ കൂട്ടായ്മയിലുള്ള 4 പേര്, പ്രസിഡന്റ്, അതുപോലെ തന്നെ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ. ഈ 4 പേരുടെ കൂട്ടായ്മയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്നും ഈ കൂട്ടായ്മ നിലനിൽക്കുന്നത് എന്ന് ഞാൻ തോന്നുന്നു. ഇനി ഞാൻ കർത്തവ്യത്തിലേക്ക് കടക്കും. ഈ കൂട്ടായ്മയുടെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ചന്ദ്രനച്ചൻ ഇപ്പോഴത്തെ കൂട്ടായ്മയുടെ IMSന്റെ ഇപ്പോഴത്തെ സുപ്പീരിയർ കൂട്ടായ്മയുടെ രക്ഷാധികാരിയുമാണ്. അച്ഛനാണ് ഈ കൂട്ടായ്മയുടെ രക്ഷാധികാരിയെങ്കിലും എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും കൃത്യസമയത്ത് വരികയും കാര്യങ്ങൾ നടത്തുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്തത് ചന്ദ്രനച്ചനാണ്. ഞാൻ ഇവിടെ വരുന്നത് 9:15, അതിനോടെ ചന്ദ്രനച്ചൻ എത്തിക്കഴിഞ്ഞു. അപ്പം അച്ഛൻ്റെ ആ ഒരു ആഗ്രഹവും വ്യക്തിഗതയും നമ്മൾ മനസ്സിലാക്കണം. ഈ കൂട്ടായ്മ വളർന്നു പോകുന്നതിനും വളർത്തിയെടുക്കുന്നതിനും അച്ഛൻ ഈ ഇത്രയും പ്രായം കൂടി അച്ഛനാണെങ്കിലും സുഖമില്ലെങ്കിലും എങ്കിലും ആ പ്രസൻസ് കൊണ്ട് അച്ഛനെ ആദ്യം വേണ്ടി നമ്മുടെ എല്ലാവരെയും കഴിയും. അച്ഛനെ ഈ കൂട്ടായ്മയുടെ പേരിൽ എല്ലാവരുടെയും പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളാം. ഇപ്പോൾ നമ്മുടെ ജോഷിയച്ഛനാണ്, IMSന്റെ ഇപ്പോഴത്തെ ഡയറക്ടറാണ്. അച്ഛൻ ഒത്തിരി തിരക്കുകളുണ്ടെങ്കിൽ അച്ഛൻ നമ്മുടെ കൂട്ടായ്മയുടെ രക്ഷാധികാരിയുടെ സമയത്ത് പോലും എല്ലാ മാസവും തുടങ്ങാതെ ആദ്യ ഞായറാഴ്ച വന്നുകൊണ്ടിരുന്നു. ഇപ്പോഴും വരുന്നില്ലെങ്കിലും മനസ്സുകൊണ്ടും പ്രാർത്ഥന അച്ഛനിൽ നമ്മളുണ്ട്, ഉപദേശം നമുക്ക് ലഭിക്കുന്നുണ്ട്. അച്ഛൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിൽ നിന്നും വിട്ട് ഞങ്ങളുടെ ഈ കൂട്ടായ്മ വാർഷികത്തിന് ഇവിടെ എത്തിച്ചേരാൻ ശ്രമിച്ച് കാണിച്ചതും ക്ഷണം സ്വീകരിച്ചെത്തിയ ബഹുമാനപ്പെട്ട
ജോഷിയച്ചന് ഈ കൂട്ടായ്മയുടെ പേരിൽ എല്ലാവരുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി കൂട്ടായ്മയുടെ പ്രസിഡന്റ് ശ്രീ സൈമൺ ആൻഡോ ആണ്. ഈ കൂട്ടായ്മയെ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന സൈമണാണ്. എല്ലാ കാര്യങ്ങളിലും ദീർഘവീക്ഷണമുണ്ട്. എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിന്ന് ദീർഘവീക്ഷണത്തോടുകൂടി നടത്തിക്കൊണ്ട് പോകുന്നു. ഈ പ്രാവശ്യം മുതൽ ഈ കൂട്ടായ്മയുടെ നമ്മുടെ ജപമാല റാലി നടത്തപ്പെടണം. അത് മൗണ്ട് കാർമൽ കത്തീഡ്രൽ ചർച്ചിൽ നമുക്ക് ആരംഭിച്ചുകൊണ്ട് എത്തണം എന്നൊരാശയം വെച്ചതും സൈമണാണ്, കൂട്ടായ്മയുടെ പ്രസിഡന്റാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ജപമാല റാലി നമ്മൾ തീർച്ചയായിട്ടും മൗണ്ട് കാർമൽ കത്തീഡ്രലിൽ നിന്ന് നമ്മളിവിടെ ജപമാല നടത്തപ്പെടും. ആ പ്രസിഡന്റിനോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും സഹകരണമുണ്ട്. ഈ കൂട്ടായ്മയുടെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന അവസരത്തിൽ തന്നെ ഒരു കാര്യം ഓർമ്മിച്ചത് സൈമണിൻ്റെ പ്രസിഡന്റ് ഒരു മനോഭാവം ഞാൻ ഞങ്ങളുടെ മനസ്സിലേക്ക് പകർന്നു വരികയാണ്. അദ്ദേഹത്തിന് ഈ കൂട്ടായ്മയിലെ അംഗങ്ങളെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ചെലവിൽ, സ്വന്തം ചെലവിൽ തോമാശ്ലീഹായുടെ മദ്രാസിലുള്ള തോമാശ്ലീഹായുടെ കബറിടത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹം അതിന് മുന്നിട്ടിറങ്ങി എല്ലാവരും കൂട്ടായ്മയിലെ അംഗങ്ങളായിട്ടാണ് മുഴുവൻ പേരും അദ്ദേഹം കൊണ്ടുപോകാം. അങ്ങനെ 19 പേര് 19 പേർക്കുള്ള ട്രെയിൻ ടിക്കറ്റ് അങ്ങോട്ടും തിരിച്ച് ഇങ്ങോട്ടും, അതുപോലെ തന്നെ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ തോമസ്ലീഹയുടെ കബറിടത്തിൽ അടക്കം ചെയ്തിരിക്കുന്ന മൈലാപ്പൂരിൽ തിരിച്ചു വരുന്നതിനുള്ള യാത്രാ ചെലവുകൾ മുഴുവൻ എനിക്ക് തോന്നുന്നത് ഏകദേശം 25,000 രൂപയെങ്കിലും സൈമൺ 25,000 രൂപയ്ക്ക് ഞാൻ മനസ്സോട് വിചാരിച്ചാൽ ചിലവായി കാണണം. പക്ഷെ അതിന് മുകളിലാണ്. അപ്പം അത്രയും മനോഭാവം നമ്മളോട് കാണിച്ച ഒരു പ്രസിഡന്റാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുന്നതിന് പോകുന്നതാണ് കൂട്ടായ്മയുടെ ആഗ്രഹം, സൈമണിൻ്റെ ആഗ്രഹം. പ്രത്യേകിച്ച് ആ ആഗ്രഹത്തിനും ഞങ്ങൾ അന്ന് നന്ദി പറഞ്ഞു. ഈ കൂട്ടായ്മ വാർഷികത്തിൽ പ്രത്യേകം പ്രസിഡന്റ് നന്ദി പറയുകയും അതുപോലെ തന്നെ ഈ കൂട്ടായ്മയുടെ പേരിലും ഞങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ആശംസിച്ചു. അടുത്തതായിട്ട് നമ്മുടെ ആത്മാഭിഷേക ധ്യാനം കോർഡിനേറ്റർ ശ്രീ മോനിച്ച തോലാട്ടാണ്. അദ്ദേഹം നമുക്കറിയാം ആത്മാഭിഷേക ധ്യാനം തന്നെയല്ല, നമ്മുടെ ഇവിടുത്തെ ത്രിദൈവിക ആരാധന കൺവെൻഷൻ വർഷങ്ങളായിട്ട് നടത്തി വരുന്നതിനെല്ലാം മേൽനോട്ടം വഹിക്കുന്ന ശ്രീ മോനിച്ചൻ തേലാട്ട്, ബ്രദർ മോനിച്ചൻ തേലാട്ട് വളരെയധികം ആത്മീയമായി ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ ഈ കൂട്ടായ്മ വാർഷികത്തിന് ധ്യാനം നടത്തുന്ന കോർഡിനേറ്റർമാർ 2 പേരെങ്കിലും വേണം എന്ന് കൂട്ടായ്മ പ്രസിഡന്റ് സൈമൺ ഇങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അവിടെ പുറത്തുനിന്ന് ആൾക്കാർ വരട്ടെ എന്ന് പറഞ്ഞു. ഇതുവരെ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ ആരും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ കൂട്ടായ്മ അംഗങ്ങളല്ലാത്ത ആരെയെങ്കിലും ഒരു ഗസ്റ്റായിട്ട് വരുന്നത് നല്ല കാര്യം തന്നെയാണെന്നുള്ള അഭിപ്രായം പറയുകയും അതനുസരിച്ച് സൈമൺ അവരെ ക്ഷണിക്കുകയും ചെയ്യും. അപ്പം ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങളുടെ കൂട്ടായ്മയുടെ വാർഷികത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ശ്രീ ആത്മാഭിഷേക ധ്യാനത്തിൻ്റെ കോർഡിനേറ്ററായ ശ്രീ മോനിച്ചൻ തോലാറിനെ ഞങ്ങളുടെ ഓരോരുത്തരെയും പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഭജനാഭിഷേക ധ്യാനത്തിൻ്റെ കോർഡിനേറ്ററായ ശ്രീ രാജേഷാണ്. 2 പേരും ഒന്നിനൊന്നിനും മോശമല്ല. ധ്യാനത്തിൻ്റെ കോർഡിനേറ്റർ 2 പേരും ധ്യാനം നയിക്കാനും അതുപോലെ തന്നെ ആത്മാവിൽ നിറഞ്ഞ് ദൈവിക വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും 2 പേരും ഒരുപോലാണ്. അതിനേക്കാൾ ഒരുപടി മുന്നിലാണോ എന്നൊരു സംശയമാണ് രാജേഷ്. 2 പേരും മോശമല്ല. അതുപോലെ മറ്റുള്ളവരിലേക്ക് ദൈവവചനം പകർന്നു കൊടുക്കുന്നതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ആ 2 ബ്രദേഴ്സുമാരും ഒന്നാണ് ഭഗവനായ രാജേഷ്. ആ ബ്രദറിനെ സംബന്ധിച്ച് നമുക്ക് ഈ കൂട്ടായ്മ വാർഷികത്തിൽ ലഭിച്ചത് മോനിച്ചനെ പോലെ തന്നെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതും സൈമൺ ഓർമ്മ വെച്ചപ്പോൾ നല്ല കാര്യമെന്നാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞത്. അതുപോലെ തന്നെ എല്ലാവരുടെയും അഭിപ്രായം തന്നെയായിരിക്കും തോന്നുന്നു. അങ്ങനെ ഞങ്ങളുടെ ഈ കൂട്ടായ്മ വാർഷികത്തിൽ ശ്രീ രാജേഷിൻ്റെ സാന്നിധ്യം ഈ എത്തിയതും ഇപ്പോൾ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ധ്യാനത്തിൻ്റെ ഇടയിൽ നിന്ന് കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട രാജേഷിനെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള സ്വാഗതം ആശംസിച്ചു. പിന്നെ നമ്മുടെ കൂട്ടായ്മയുടെ അംഗമാണ്, സ്ത്രീകളെ പ്രതിനിധീകരിച്ചാണ് ഒരാൾ വേണമെന്ന് ആഗ്രഹിച്ചത്. അങ്ങനെ മോളി സെബാസ്റ്റ്യൻ, കൗൺസിലറായ മോളി സെബാസ്റ്റ്യൻ ഈ കൂട്ടായ്മയിൽ വന്ന് ആശംസ അർപ്പിക്കുന്നതിനായിട്ട് കടന്നു വന്നു. ശ്രീമതി മോളി സെബാസ്റ്റ്യൻ ഈ കൂട്ടായ്മയുടെ ഞാൻ സ്വാഗതം ആശംസിച്ചു. കൂട്ടായ്മയുടെ സെക്രട്ടറിയായ ശ്രീമതി ജെയിൻ ഫെർണാണ്ടസ്
ഒരു 3 മാസക്കാലം മാത്രമേ നമ്മൾ ഇടവേള ഇല്ലാതെ പോയുള്ളൂ. സാധാരണ എല്ലാ കൂട്ടായ്മകളിലും ജയനാണ് എല്ലാവരെയും ഫോണിൽ വിളിച്ച് അറിയിച്ചിരിക്കും. ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം വിളിച്ചു. അങ്ങനെ എല്ലാ കൂട്ടായ്മയും ശക്തിപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു സെക്രട്ടറി തന്നെയാണ്. ഇപ്പോൾ ഈ 3 മാസക്കാലം ഇല്ലായിരുന്നത് ഒരു കുറവ് തന്നെയാണ്, നമുക്ക് കുറവാണ്. ഇനി മുതലുള്ള കൂട്ടായ്മകളുടെ സെക്രട്ടറി ആക്റ്റീവായിട്ട് ഉണ്ടായിക്കോളും. എങ്കിൽ തന്നെയും ഈ കൂട്ടായ്മയുടെ സെക്രട്ടറിക്ക് എല്ലാവിധ നന്മകളും നേരിടും. അതോടൊപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ കൂട്ടായ്മയുടെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഗിരീച്ചേട്ടൻ. എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഗിരീച്ചേട്ടൻ ഈ ബാനറുകൾ തയ്യാറാക്കുന്നതിനും കെട്ടുന്നതിനും അതുപോലെ ഒരു കാര്യങ്ങളും ഒഴിവാക്കണം. എല്ലാ കാര്യങ്ങളും മുന്നിട്ടിരിക്കുന്നത് 76 വയസ്സുള്ള മനുഷ്യനാണ്. 70 വയസ്സുള്ള എനിക്ക് പോലും ഇപ്പോൾ ആരോഗ്യപരമായിട്ട് ക്ഷീണിച്ചിരിക്കുമ്പോൾ 76 വയസ്സുള്ള 72 വയസ്സുള്ള ഗിരീച്ചേട്ടന് ദൈവാനുഗ്രഹത്തെ കൊടുത്തിരിക്കുന്ന അനുഗ്രഹമാണ് ആരോഗ്യം. ആ ആരോഗ്യവും തൻ്റെ മേഖലകളിൽ ദൈവിക മേഖലകളിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ കൂട്ടായ്മയുടെ നമ്മുടെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഗിരീച്ചേട്ടൻ ജോയിൻറ്റ് സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നു. ഗിരീച്ചേട്ടൻ ഈ കൂട്ടായ്മയിൽ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫസർ ശ്രീ ജോൺ വെള്ളാപ്പള്ളി, നമുക്കറിയാം കഴിഞ്ഞ 2-3 ആഴ്ചക്കാലമായിട്ട് ചെറിയൊരു ആക്സിഡൻ്റ് പറ്റി വീട്ടിൽ ഇരിക്കുമായിരുന്നു. പാർട്ടിയിട്ട് ഒരു പുറത്തു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും കാര്യം ഇന്നലെ വന്നു. ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയും ജനുവലൊക്കെ കെട്ടുകയും എല്ലാം ചെയ്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു കാര്യത്തിൻ്റെ രാഷ്ട്രീയ കാര്യത്തിലൊക്കെ കൂടി കറക്റ്റാണ്. അങ്ങനെ കൂട്ടായ്മയെ ഈ 4 പേരിനോട് ചേർന്നാണ് നയിച്ചുകൊണ്ട് പോകുന്നത്. അതിനൊരു വ്യക്തിയാണ് നമ്മുടെ ശ്രീമാൻ ജോൺ വെള്ളാപ്പള്ളി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് വളരെ ഉപകരിക്കപ്പെടുന്നതാണ്, ഉപകരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിനും എല്ലാവരുടെയും പേരുള്ള സ്വാഗതം ആശംസിച്ചുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ക്ഷണിച്ചതാണ് അപ്പച്ചായുടെ ഭാര്യ ചേച്ചിയെ, അതുപോലെ മക്കൾ. ചേച്ചി എന്ന് പറഞ്ഞില്ല, മോൻ വന്നത് ഷൈജുമോൻ എത്തിയിട്ടുണ്ട്. ഷൈജുമോനെ പ്രത്യേകം നിങ്ങളുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കൂട്ടായ്മയുടെ കുടുംബാംഗങ്ങൾ, കൂട്ടായ്മ അംഗങ്ങൾ, നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് ഇത് ധന്യമാകുന്നു, ഇത് പൂർണ്ണമാകുന്നു. നിങ്ങളുടെ സാന്നിധ്യത്തിനും എല്ലാവരും കൂട്ടായ്മയുടെ എല്ലാവരും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.